नमस्ते। पोती पड़ी पड़ी जगमुआ पंडित भया न कोई टाई अक्षर प्रेम का पढ़े सुपंडित हो। ഇത് कबीरदासिന്റെ दोहयाणല്ലോ। तो इसमें कबीरदास ने कहा, केवल बड़े बड़े ग्रंथ पढ़कर कोई महान नहीं होते, लेकिन प्रेम का 2.5 अक्षर पढ़कर ही लोग महान होते हैं। 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ കവിയാണ് ഹിന്ദിയിൽ നമ്മുടെ കബീർദാസ്. അദ്ദേഹം പറയുന്നത് വലിയ വലിയ ഗ്രന്ഥങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം ഈ ഭൂമിയിൽ ആരും തന്നെ വലിയ വലിയ പണ്ഡിതന്മാരാവുന്നില്ല. മറിച്ച് സ്നേഹം എന്ന 2.5 അക്ഷരം, അതിൻ്റെ അർത്ഥം ആരാണോ വിപുലമായി മനസ്സിലാക്കുന്നത് അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതർ. ഈ കാലത്ത് കബീർദാസിൻ്റെ അന്നത്തെ വാക്കുകൾക്ക് വലിയ അർത്ഥം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഈ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് ഒരു ഫോട്ടോ കാണാം. मुझे यह विश्वास है हम सबको उनको मालूम है, क्योंकि वो तो इतना मशहूर आदमी है, सब लोगों को उनको पता है. നമുക്ക് അത്രയും പരിചയമുള്ള ഒരാളാണ് ഒരു ചിത്രമാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. അതെ, ഇത് മലയാള സിനിമാ രംഗത്തെ അതിപ്രശസ്തനായ ഒരു വ്യക്തി മമ്മൂട്ടിയാണ്. ഇനി ഈ ഫോട്ടോ ഒന്ന് നോക്കൂ. मैं सोचता हूँ कि पहले की तरह ये आदमी को पहचानना उतना आसान नहीं है, क्योंकि हम सबके बीच में वो तो उतना मशहूर नहीं है, लेकिन वो भी एक मशहूर आदमी है. ഇദ്ദേഹമാണ് കോഴിക്കോട് മാൻഹോളിനകത്ത് അകപ്പെട്ടു പോയ 2 തൊഴിലാളികളെ, അന്യസംസ്ഥാന തൊഴിലാളികൾ, അതെ, അതിഥി തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയ നൗഷാദ്. ഇന്ന് മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു കോഴിക്കോട്ടെ മാൻഹോൾ ദുരന്തം. അവിടെ 2 അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ ജീവൻ വെടിഞ്ഞ നൌഷാദ് എന്ന ചെറുപ്പക്കാരൻ നാടിനെ കണ്ണീരിലാഴ്ത്തി. കോഴിക്കോട് പാളയത്ത് മാൻഹോളിൽ കുടുങ്ങി ജീവനു വേണ്ടി പിടയുന്ന 2 തൊഴിലാളികളെ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷിക്കാൻ ശ്രമിക്കവെയാണ് നൌഷാദ് എന്ന മനുഷ്യസ്നേഹിയായ ഓട്ടോ ഡ്രൈവർക്ക് ഈ ദാരുണാന്ത്യം സംഭവിച്ചത്. തനിക്ക് അപരിചിതരായ 2 തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിച്ച് മാളിക്കടവ് സ്വദേശിയായ നൌഷാദ് അപകടത്തിൽപ്പെട്ടവർക്കൊപ്പം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഓട്ടോ ഓടിക്കുന്നതിനിടയിലും മറ്റുള്ളവരെ സഹായിക്കാൻ കൈയും മെയ്യും മറന്നിറങ്ങുന്ന നൌഷാദിന് ഇന്നും ആ ശ്രമത്തിനിടെയാണ് ജീവൻ ബലി കൊടുക്കേണ്ടി വന്നത്. മനുഷ്യസ്നേഹത്തിന് മാതൃക കാട്ടിയ നൌഷാദിന്റെ കുടുംബത്തിന് നാട്ടുകാരും സർക്കാരും എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആളുകളെ തിരിച്ചറിയാൻ പദവിയോ അല്ല അദ്ദേഹത്തിൻ്റെ മറ്റു മേഖലകളിലുള്ള കഴിവൊന്നും മാത്രമല്ല, മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി, ദയ, അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം, ഇതും ആളുകളെ തിരിച്ചറിയുന്നതിനുള്ള ഒരു മാനദണ്ഡം തന്നെയാണ്. ശരിയാണ്. അതെ, ഒരു വ്യക്തിയെ അറിയപ്പെടുന്നത് അയാളുടെ പദവിയോ പേരോ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹത്തെ നാം അറിയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ആസ്വാദനക്കുറിപ്പ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അതെ, ഹതാശ സേ एक व्यक्ति बैठ गया था,
ये विनोद कुमार शुक्ला की कविता है। वो तो मशहूर कवि है, उस पर टिप्पणी लिखी है उसकी समकालीन कवि नरेश सक्सेना। ये दोनों मध्य प्रदेश के हैं। या वो समकालीन कवि भी थे। हताशा से एक व्यक्ति बैठ गया था എന്ന പാഠം श्री विनोद कुमार शुक्ल की कविता पर नरेश सक्सेना से लिखी गई आस्वादन टिप्पणी अथवा आस्वादन कुरिप ആണ്। ठीक है, हम पाठभाग का वाचन करें। विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं। ഓക്കെ, ഇതിലെ ചില വാക്കുകൾ ശ്രദ്ധിക്കുക. मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है എന്ന് വെച്ചാൽ എന്താണ്? മൗലികത എന്ന് പറഞ്ഞാൽ തനിമ, അൻഘടത സ്വാഭാവികത, ഈ രണ്ട് വിശേഷ ഗുണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെ വിഭിന്നമാക്കുന്നത്. किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. അതായത് കവിതയുടെ ഭാഷയിൽ തനിമ നിലനിർത്തുന്നതോടൊപ്പം കാവ്യശില്പം അഥവാ കവിത രൂപപ്പെടുത്തുന്നതിനുള്ള കഴിവ് അദ്ദേഹം ഈ കവിതയിലുടനീളം പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. यहाँ लेखक ने आस्वादन टिप्पणी की भूमिका के रूप में कवि का परिचय दिया है. ടിപ്പണി എഴുതുന്നതിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഭൂമിക. ആ ഭൂമികയുടെ അതേ ശൈലിയിൽ തന്നെയാണ് നമ്മുടെ നരേഷ് സക്സേന ഈ കവിതയിൽ കവിയെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. तो देखिए, विनोद कुमार शुक्ल की रचनाओं की क्या विशेषता है? विनोद कुमार शुक्ल की रचनाओं में मौलिकता के साथ अनगढ़ता भी होती है. क्या मैं आपसे एक प्रश्न पूछूं? हताशा से एक व्यक्ति बैठ गया था, ये किसकी कविता है बताइए. हताशा से एक व्यक्ति बैठ गया था, ये विनोद कुमार शुक्ल की कविता है. यस, आगे बढ़े. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. तो कुछ शब्द हम देखें. सहज, സ്വാഭാവികമായ, साफ, വ്യക്തമായ, दरकार. ആവശ്യകത. अर्थ सहज और साफ माने स्वाभाविक और स्पष्ट है, क्लियर ആണ്, വ്യക്തമാണ്. കവിതയുടെ അർത്ഥം ഇത്രയും സ്വാഭാവികവും വ്യക്തവുമാണ്. അതായത് കൂടുതലായിട്ടുള്ള ഒരു വിശദീകരണത്തിൻ്റെയും ആവശ്യമില്ല. അത്രയും സിമ്പിളായിട്ടുള്ള ലളിതമായിട്ടുള്ള പദങ്ങളാണ് ഈ കവിതയിലുടനീളം കവി ഉപയോഗിച്ചിരിക്കുന്നത്. व्याख्या की दरकार ही नहीं है. യെസ്, കറക്റ്റ്, नो नीड ऑफ एक्सप्लेनेशन. കറക്റ്റ്. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. मतलब कविता पढ़ते ही कविता का आशय समझ सकते हैं. അത്രയും സിമ്പിളായിട്ടുള്ള, അതായത് സരളമായിട്ടുള്ള വാക്കുകളാണ് ഈ കവിതയിലുടനീളം കവി ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കുകൾ മാത്രം മനസ്സിലാക്കിയാൽ നമുക്ക് ഈ കവിതയുടെ മർമ്മം പിടികിട്ടും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. यहाँ कविता की व्याख्या की दरकार नहीं है. लेखक ने ऐसा क्यों कहा? क्योंकि सरल शब्दों वाले वाक्य पढ़ते ही कविता का आशय व्यक्त होता है. जरा हम विनोद कुमार शुक्ल की कविता सुने. हताशा से एक व्यक्ति बैठ गया था. विनोद कुमार शुक्ल. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया. मेरा हाथ पकड़कर वो खड़ा हुआ. मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था. हम दोनों साथ चले. दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे.
നിരാശനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. എനിക്ക് ആ വ്യക്തിയെ അറിയില്ലായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ നിരാശ എനിക്കറിയാമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ സഹായിക്കാൻ കൈകൾ നീട്ടി. അത് അദ്ദേഹം സ്വീകരിച്ചു. എൻ്റെ കൈ പിടിച്ച് അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾ ഒരുമിച്ച് നടന്നു. സത്യത്തിൽ അദ്ദേഹത്തിന് എന്നെയും എനിക്ക് അദ്ദേഹത്തെയും അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നടക്കാൻ അറിയുമായിരുന്നു. അതാണ് ഈ കവിതയുടെ ഏറ്റവും ലളിതമായ അർത്ഥം. നമുക്ക് ആസ്വാദനക്കുറിപ്പിലേക്ക് തന്നെ പോകാം. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. ഇനി നമുക്ക് ഈ പാഠഭാഗത്തെ ചില പദങ്ങൾ, പുതിയ പദങ്ങൾ പരിചയപ്പെടാം. ഹതാശ, നിരാശ, ജാനി പെഹച്ചാനി, പരമ്പരാഗതമായ, രൂഢി, രീതി അഥവാ വിശ്വാസം, പത്തേ, അഡ്രസ് വിലാസം, ഓഹദെ, पदवी. व्यक्ति को मैं नहीं जानता, हताशा को जानता था. ഇത് കവിതയിലുള്ള ഒരു വരിയാണ്. इसमें हताशा मतलब निराशा, जानना टू नो അറിയുക, വ്യക്തി को नहीं जानता मतलब വ്യക്തിയെ അറിയില്ല എന്നതാണ്. ये देखिए जानी पहचानी रूटी को तोड़ देते हैं. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കാലാകാലങ്ങളായി അറിയുക എന്നതിന് നമുക്കൊരു സമ്പ്രദായമുണ്ട്, ഒരു രീതിയുണ്ട്. ആ രീതി ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. जानने के संबंध में वो जानी पहचानी रूढ़ी क्या है? ഒരാളെ അറിയുക എന്നതിന് നമ്മളുടെ ഇടയിൽ പരമ്പരാഗതമായി നിലനിൽക്കുന്ന ഒരു രീതി, അവരുടെ അഡ്രസ്സ്, അവരുടെ വയസ്സ്, അവരുടെ പദവി, അവരുടെ ജാതി, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു നിലവിലുണ്ടായിരുന്നത്. यहाँ की जानी पहचानी रूटी यही है जो एक व्यक्ति के नाम, पते, उम्र, ओहदे आदि को जानना है ना. हाँ. आगे बढ़ेंगे. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. कवि जानने की वो रूढ़ी को तोड़ देते हैं. कवि आ परंपरागत रीति इल्लादाकी. नरेश सक्सेना टिप्पणी में कहते हैं, कवि कविता के माध्यम से व्यक्ति को जानने के लिए उसकी हताशा, निराशा, असहायता या उसके संकट से जानकारी लेना है. उसके नाम, पते, ओहदे या जाति से नहीं. അതെ, ഒരു വ്യക്തിയെ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ സങ്കടം, നിരാശ, നിസ്സഹായ അവസ്ഥ ഇവയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്നതാണ് വാസ്തവം. അതാണ് കവി ഉദ്ദേശിക്കുന്നത്. കുറെ ആള് കൂടി നിങ്ങൾ വേഗം പാഞ്ഞു നോക്കിയ എന്തോ പറ്റിനാണോ എനക്കാണെങ്കിൽ നടക്കാതെ ഹലാക്കിന്റെ देखा ना, हम आगे पढ़ेंगे. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की ज़रूरत है. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. ഈ ഭാഗത്ത് പ്രധാനമായും 3-4 പുതിയ പദങ്ങളാണ് നമ്മൾക്ക് പഠിക്കേണ്ടത്. ഖായൽ പടേ അതായത് മുറിവേറ്റ, മുസീബത്ത് ബുദ്ധിമുട്ട് അഥവാ പ്രയാസം, മദദ് സഹായം, ജറൂരത്ത് ആവശ്യം, ഇത്രയും വാക്കുകളാണ് നമുക്ക് പുതുതായി ഈ ഭാഗത്തുള്ളത്. सड़क पर घायल पड़े अपरिचित व्यक्ति, घायल पड़े व्यक्ति പരിക്കേറ്റ് കിടക്കുന്നയാൾ. अपरिचित कैसे होते हैं? घायल पड़े व्यक्ति अपरिचित कैसे होते हैं?
अपरिचित इस अर्थ में है कि वे नाम से, ओहदे से, പദേ സേ യാ ജാതി സേ അപരിചിത് ഹെ. അപകടത്തിൽ പെട്ടുകിടക്കുന്ന ഒരു വ്യക്തിയെ അറിയില്ല എന്ന് പറയാൻ നമുക്കാവില്ല. കാരണം ഹം ജാൻതേ ഹേ വോ മുസീബത്ത് മേ, അയാൾക്ക് നമ്മുടെ സഹായം ആവശ്യമാണ്. കറക്റ്റ് കറക്റ്റ്. അയാൾ അപകടത്തിലാണ്. ഇസ്ലിയേ ഉസ്കോ ഹമാരി മദദ് കി ജറൂരത്ത് ഹെ, മദദ് ദേന ഹമാരാ കർത്തവ്യ ഭി ഹെ. അയാൾക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. അതാണ് ഇവിടെ കവി ഉദ്ദേശിച്ചത്. कविता का मर्म है मनुष्य को मनुष्य की तरह जानना. सड़क पर घायल पड़े व्यक्ति को देखकर हम कह नहीं सकते हैं कि हम उसे नहीं जानते हैं. क्यों? क्योंकि वो व्यक्ति मुसीबत में है, उसे हमारी मदद की ज़रूरत है. अर्थात मनुष्य को मनुष्य की तरह जानना है. करेक्ट. ये कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. मनुष्य को मनुष्य की तरह जानने का मतलब क्या है? मैं सोचता हूँ कि पहले हम ये वीडियो देखेंगे. ठीक है, देखें. മലപ്പുറം താനൂരിലെ മത്സ്യത്തൊഴിലാളി ജൈസലിന് വലിയ സ്വീകരണമാണ് നാട്ടിൽ കിട്ടുന്നത്. പ്രളയ ദുരന്തത്തിനിടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ വെള്ളത്തിൽ കമിഴ്ന്നു കിടന്ന് ശരീരം ചവിട്ടുപടിയാക്കി കൊടുത്ത ജൈസലിന്റെ ദൃശ്യം നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു. ജീവകാരുണ്യത്തിന്റെ മാതൃകാരൂപമായി ജൈസലിനെ ഇതിനകം മാധ്യമങ്ങളും ഏറ്റെടുത്തു. സ്വന്തം വേദനയേക്കാളും മറ്റുള്ളവരുടെ വേദനയാണ് തന്നെ വിഷമിപ്പിച്ചതെന്ന് ജൈസൽ പറയുന്നു. अब हम कुछ प्रश्न देखेंगे. जानने की जानी पहचानी रूढ़ी क्या है? व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानना जानने की जानी पहचानी रूढ़ी है. ठीक है. तो हम कुछ नहीं जानते कब? यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. घायल पड़े व्यक्ति को किसकी जरूरत है? घायल पड़े व्यक्ति को हमारी सहायता की जरूरत है. ठीक है. कवि यहाँ किसकी याद दिलाते हैं? कवि यहाँ मनुष्य को मनुष्य की तरह जानने की याद दिलाती है. चले आगे पढ़े. कविता लगातार नहीं जानने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखें. अब हम यहाँ के नए शब्दों के बारे में सोचेंगे. लगातार തുടർച്ചയായി बयान करना, विवरण करना, या बारीक सूक्ष्मമായ. मैं सोचता हूँ कि यहाँ के एक इम्पोर्टेंट वर्ड है वह कारीगरी. हाँ, शिल्प विद्या. शिल्प की इस बारीक कारीगरी को देखें എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ശില്പി തൻ്റെ അസാമാന്യമായ ക്രിയാത്മകതയോടുകൂടി സൂക്ഷ്മഭാവങ്ങളോടെ ഒരു ശില്പത്തെ ഏത് രീതിയിൽ സൃഷ്ടിക്കുന്നുവോ അതേപോലെ ഇവിടെ കവി സാമാന്യ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സുന്ദരമായ ഒരു കവിത സൃഷ്ടിച്ചിരിക്കുകയാണ്. അതാണ് അതിൻ്റെ അതാണ് ബാരീക്ക് കാരീഗരി. അതാണ്. अब तक हम कविता का आशय का विश्लेषण देखा, तो अभी शिल्प पक्ष पर चर्चा होती है. आगे बढ़े. वो मुझे नहीं जानता था, हाथ बढ़ाने को जानता था. हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. ये नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. ठीक है. अब हम इस अंश के नए शब्द देखें. हाथ बढ़ाना സഹായിക്കുക. ലോകഗീത്, നാടൻ പാട്ട് അഥവാ നാടോടി സംഗീതം. സ്ഥായി വായ്ത്താരി, നാടൻ പാട്ടുകളുടെ ഇടയിലൊക്കെ ഉപയോഗിക്കുന്ന വായ്ത്താരി. നമുക്കൊരു നാടൻ പാട്ട് പാടാം. മഴ പെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, മഴ പെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി, രാരിക്കൻ്റെ രാരോ രേരിക്കൻ്റെ രേരോ,
രാരിക്കൻഡാരോ രേരിക്കൻഡേരോ. ഇടിവെട്ടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി, ഇടിവെട്ടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി. രാരിക്കൻഡാരോ രേരിക്കൻഡേരോ. രാരിക്കൻഡാരോ രേരിക്കൻഡേരോ. ഇതേപോലെ ഇത് വായ്ത്താരിയാണ്, ഈ രാരിക്കൻ്റെ ആരാരോ രേരിക്കൻ്റെ ആരാരോ. ഇതേപോലെ മനോഹരമായ രീതിയിലാണ് ജാനന നെഹി ജാനന എന്ന് പറഞ്ഞ രണ്ട് പദങ്ങൾ നമ്മുടെ കവി അതിമനോഹരമായി നമ്മുടെ കവിതയിൽ ഉപയോഗിച്ചു. നാടൻ പാട്ടിൽ ഏത് രീതിയിലാണ് വായ്ത്താരികൾ ഉപയോഗിക്കുന്നത് അത്രയും മനോഹരമായി നമ്മുടെ കവിതയിൽ ഉപയോഗിച്ചിരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ നാടൻ പാട്ട് പാടിയിരിക്കുന്നത്. ആകെ പഠെങ്കി. गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है, याद नहीं आ रहा. यहाँ कविता गद्य कविता होते हुए भी गीतात्मक है. വരികളിലെ സംഗീതാത്മകത മറ്റേത് കവിതയിലും ഇത്ര ഭംഗിയായി इस खूबी के साथ शायद और कहीं नहीं देख सकता. ഇതാണ് ലേഖകന്റെ അഭിപ്രായം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതുവരെ എടുത്തിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുവരെ ചർച്ച ചെയ്ത ഭാഗങ്ങൾ തീർച്ചയായും നിങ്ങൾ ഇനിയും ആവർത്തിച്ച് വായിക്കേണ്ടതാണ്. 1, 2, 3 പ്രാവശ്യം വായിക്കാം. തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്യണം. അതിനുശേഷം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. പ്രശ്ന പഠേ ഉത്തർ ലിഖേ. ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം എഴുതുക. കവിത കാ നാം ക്യാ ഹൈ? കവി കാ നാം ക്യാ ഹൈ? जानने की जानी पहचानी रूढ़ी क्या है? घायल पड़े व्यक्ति को किसकी ज़रूरत है? ये कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. मनुष्य को मनुष्य की तरह जानने का मतलब क्या है? कविता में लगातार प्रयोग करने वाले शब्द क्या क्या है? കൂടാതെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറകിൽ തന്നിരിക്കുന്ന വർക്ക്ഷീറ്റ് പൂർത്തീകരിക്കണം. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ധന്യവാദം.